ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇജ്തമഅ ശംലുഹു ബിശംലിഹാ ഇത്തസല ഹബ്ലുഹു ബിഹബ്ലിഹാ. ഇജ്തമഅ സമ്മേളിച്ചു, ഷംലുഹു അബ്ദുള്ള എന്നവരുടെ സമ്മേളനം സമ്മേളിച്ചു, ബിശംലിഹ ആമിന ബീവിൻ്റെ സമ്മേളനവുമായി. എന്ന് വെച്ചാൽ ആൽക്കടിയിൽ നിക്കാഹ് എന്ന് പറയുന്ന ഇടപാട് നടന്നു വന്നതിന് തൊട്ടുള്ളൊരു മറച്ച പറയലാണത്. അതുപോലെ തന്നെ ഇത്തസല ഹബ്ലുഹു ബി ഹബ്ലിഹ, തൻ്റെ കയറ് മഹദിയുടെ കയറുമായി ബന്ധിച്ചു എന്ന് വെച്ചാൽ അവർക്കിടയിൽ ലൈംഗിക ബന്ധം നടന്നു എന്നുള്ള പ്രയോഗമാണത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ലഹറ സഫാഉ യക്കീനിഹ, മഹദിക്കുണ്ടായിരുന്ന ഉറപ്പിൻ്റെ തിളക്കം അങ്ങോട്ട് വെളിവായി. മഹദിക്ക് ഉണ്ടായിരുന്നൊരു ഉറപ്പുണ്ട്, ആ ഉറപ്പിൻ്റെ തിളക്കം വെളിവായി എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അബ്ദുള്ള എന്നിവരുടെ മുഖത്തുണ്ടായിരുന്ന ഒരു അപാരമാതായിരിക്കുന്ന ഒരു തിളക്കമുണ്ടായിരുന്നല്ലോ. നൂറുകണക്കിന് പെണ്ണുങ്ങൾ എന്ത് ചെയ്തിരുന്നു? തൻ്റെ ഭർത്താവാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല നിലക്കും ഐഡികൾ മെനഞ്ഞിരുന്നു. ചില സ്ത്രീകൾക്കൊക്കെ ആമിന ബീവിയായിട്ട് നിക്കാഹ് നടന്നു എന്ന് കേട്ടോടു കൂടി മോഹാലസ്യപ്പെട്ട് വീണവരും ചിലവർ ഈയും പോയവരും വരെ ഉണ്ട്. തൻ്റെ മുറാദ് ഹാസിലാകാത്തതിൻ്റെ പേരിൽ പ്രതീക്ഷ അസ്തമിക്കുമ്പോൾ ഉണ്ടാവുന്നല്ലോ അസഹ്യം സഹിക്കാൻ കഴിയാതെ ആയത്. അങ്ങനെ അബ്ദുള്ള എന്നവരുടെ മുഖത്തുണ്ടായിരുന്ന ആ നൂറുണ്ടല്ലോ, ആ നൂറ് അങ്ങോട്ട് നീങ്ങി, മഹദിയുടെ മുഖത്തേക്ക് അങ്ങോട്ട് നീങ്ങി. അതാണ് ലഹറ സഫാഉ യക്കീനിഹ. ഇന്ദവത്തിൽ അഹ്ഷാ, മഹദിയുടെ ഗർഭാശയം ചുരുണ്ടുകൂടി, അല ജനീനിഹ, മഹദിയുടെ ഗർഭാശയത്തിലുള്ള ആ കുഞ്ഞിൻ്റെ മേൽ. ജനീൻ ഗർഭസ്ഥ ശിശു. സത്വാ നൂറുൻ നബി സല്ലല്ലാഹു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉത്തരവിൻ്റെ നൂറ് ഉയർന്നു, ഫീ ജമീനിഹ, മഹദി നെറ്റിത്തടത്തിൽ. അത് ആ ഗർഭധാരണ റജുബാസിലായിരുന്നു. ആ ഗർഭധാരണത്തോടു കൂടി അവൾ നെറ്റിയിലൊരു തിളക്കം പാകാൻ തുടങ്ങി. അവല ഷഹിരിമിൻ ഷുഹൂരി ഹംലിഹ, ഞാൻ പറഞ്ഞ റജബിലാണ്, അമ്പത്തിന് കഴിഞ്ഞില്ല, റജബിലാണ്. പിന്നെ ഗർഭധാരണത്തിൻ്റെ മാസങ്ങളിൽ നിന്ന് ആദ്യ മാസത്തിൽ അത്താഹ ഫിൽ മനാമി ആദം അലൈഹിസ്സലാം, സ്വപ്നത്തിൽ ആര് വന്നു? ആദ്യ നബിയാവുന്ന ആദം നബി അലൈഹിസ്സലാം വന്നു. ആലമഹ, മഹദിക്ക് അറിയിച്ചു കൊടുത്തു. അന്നഹ ഹമലത്ത് ബി അജല്ലിൽ ആലം, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും അലീമായ ഒരാളെ കൊണ്ട് ആണ് താൻ ഗർഭം ധരിച്ചത് എന്ന് അറിയിച്ചു കൊടുത്തു. അഷഹറസാനിയ, രണ്ടാമത്തെ മാസം അഥവാ ഷാബാനായപ്പോൾ അത്താഹാഫിൽ മനാം ഇദ്രീസ് അലൈഹിസ്സലാം, ആര് വന്നോ? ഇദ്രീസ് അലൈഹിസ്സലാം വന്നു. വഹബറഹ, മഹദിയോട് മഹാനർ പറഞ്ഞു, ബി ഫഖ്രി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ്രിഹിൻ നഫീസ്, മുത്തനബിയുടെ ഫഖറും ആ വിലപിടിപ്പുള്ളതായിരിക്കുന്ന സ്ഥാനവും പറഞ്ഞു കൊടുത്തു. അഷഹറസാലിതാത്താഹ ഫിൽ മനാമി നൂഹ്, മൂന്നാമത് റമളാൻ മാസം വന്നപ്പോൾ നൂഹ് അലൈഹിസ്സലാം വന്നു. വഖാല, നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു, ലഹ, മഹദിയോട്, ഏ ആമിന ബീവിയെ, ഇന്നക്കി, നിശ്ചയം താങ്കൾ, കത് ഹമൽത്തി, നിശ്ചയം ഗർഭം ധരിച്ചിട്ടുണ്ട്, ബിസാഹിബിൻ നസ്രി, സഹായത്തിൻ്റെ സാഹിബിനെ കൊണ്ട്. നസ്റുല്ലാഹി വൽ ഫത്വ, നസ്റുല്ലാഹി ഇല്ലേ, അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള എല്ലാവിധ നസ്റുമിനല്ലാഹി ഫത്വൻ ഖരീബ് എന്ന നസർ, ആ നസറിൻ്റെ സാഹിബിനെ കൊണ്ടും, വൽ ഫുതൂഹ്, പലവിധ വിജയങ്ങളുടെയും സാഹിബിനെ കൊണ്ട് ഗർഭം ധരിച്ചിട്ടുണ്ട് കേട്ടോ. അഷഹറ റാബിയ, നാലാം മാസം വന്നപ്പോൾ, അഥവാ ഷവ്വാൽ വന്നപ്പോൾ, അത്താഹ ഫിൽ മനാമി ഇബ്രാഹിമുൽ ഖലീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി വന്നിട്ട് വദക്കറലഹ, മഹദിയോട് പറഞ്ഞു, ഫദ്ല സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിൻ്റെ മഹത്വം പറഞ്ഞു. മഹല്ലഹുൽ ജലീൽ, വണ്ണമായ സ്ഥാനവും പറഞ്ഞു. അഷഹറൽ ഖാമിസ, അഞ്ചാമത്തെ മാസം, അതാഹ ഫിൽ മനാമി ഇസ്മായിൽ അലൈഹിസ്സലാം, സ്വപ്നത്തിൽ ഇസ്മായിൽ അലൈഹിസ്സലാം വന്നു. ദുൽഖഅദ മാസത്തിൽ. വബശറഹ, മഹദിയോട് സന്തോഷവാർത്ത പറഞ്ഞു. അന്നബിന, നിശമായിട്ടും തൻ്റെ മോനെ, സാഹിബുൽ മഹാബത്തി, ഗാംഭീര്യതയുടെ ആളാണ്, മുഖത്ത് ഹൈബത്തുണ്ടാകും, തബിജീൽ, താലീമിൻ്റെയും സാഹിബാണ്, ആർക്കും അദ്ദേഹത്തെ താലീമിയും
അങ്ങനത്തെ ആരാലും താലീം ചെയ്യപ്പെട്ട ആളാണ്. സാദിസ 6-ാം മാസം വന്നപ്പോൾ ഫിൽ മനാമി മൂസ അൽ കലീം, മൂസ നബി ഇസ്ലാം വന്നു. വഅലമഹാബിറുത്ബതി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വജാഹിൽ അലീം, ഉത്തരവിൻ്റെ ഗ്രേഡും ഉത്തരവിൻ്റെ വണ്ണമാതാരിക്കുന്ന സ്ഥാനമാനവും അറിയിച്ചു കൊടുത്തു. അഷഹർ സാബി 7-ാം മാസം വന്നപ്പോൾ ഫിൽ മനാമി ദാവൂദ്, സ്വപ്നത്തിൽ ദാവൂദ് അലൈഹി സ്വലാം വന്നു. വാലമഹ അറിയിച്ചു കൊടുത്തു. ഹമലത്ത് മഹാരി ധർമ്മ ധരിച്ചിട്ടുണ്ട്. വിസാഹിബിൽ മക്കാമിൽ മഹ്മൂദ്, മക്കാമ മഹ്മൂദ് എന്ന് പറയുന്ന ഒരു പ്രത്യേക അവസ്ഥ വരാൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ അതിൻ്റെ ആളാണ് നിൻ്റെ ഗർഭത്തിലുള്ള കുട്ടി. വൽ ഹൗദിൽ മൗറൂദ്, എല്ലാവരും വരുന്നതായിരിക്കുന്ന ഹൗദുൽ കൗസർ എന്ന് പറയുന്നൊരു ഹൗദുണ്ട്. ആ ഹൗദിൻ്റെയും സാഹിബിനെ കൊണ്ട് ഗർഭം ധരിച്ചിട്ടുണ്ട്. വല്ലിവായിൽ മഅഖൂദ്, വല്ലിവായി ലിവാഉൽ ഹംദ് എന്ന് പറയുന്ന വിശാലമായ ഒരു പതാകയുടെയും ആളാണ് അൽ മഅഖൂദ്, ഒരു കുന്തത്തിൻ്റെ തലപ്പത്ത് കെട്ടി തൂക്കപ്പെട്ടതായ. വൽ കറമി വൽ ജൂദ്, ധർമ്മത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും സാഹിബിനെ കൊണ്ട്. അശ്ശഹർ സാമിന 8-ാമത്തെ മാസം വന്നപ്പോൾ ഫിൽ മനാമി സുലൈമാൻ, സ്വപ്നത്തിൽ സുലൈമാൻ നബി ഇസ്ലാം വന്നു. അഖ്ബറഹ, മഹദിയോട് പറഞ്ഞു. അന്നഹ ഹമറത് ബിനബി ആഖിരിസ് സമാൻ, കാലാവസാനത്തിൻ്റെ നബിയെ കൊണ്ടാണ് ഗർഭം ധരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ലാസ്റ്റ് മാസം അസ്സഹറത്താസിയ 9-ാമത്തെ മാസം വന്നപ്പോൾ ഫിൽ മനാമി ഈസാ അൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് വകാലലഹ, മാരിയോട് പറഞ്ഞു. ഇന്നയ്ക്ക് നിശ്ചയമായിട്ടും മഹദിയെ താങ്കൾ കത് ഹുസിസ്തി, ഖാസാക്കപ്പെട്ടിരിക്കുന്നു, പ്രത്യേകമാക്കപ്പെട്ടിരിക്കുന്നു. ഒരാൾക്ക് കിട്ടാത്ത സൗഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്നർത്ഥം. ആരെ കൊണ്ടാണ് തഖ്സീസ് ചെയ്തതെന്നറിയോ? ബിമുൽഹിരി ദീനി സ്വഹീഹി, ശരിയായ മതത്തിനെ വെളിവാക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട്. ലിസാനിൽ ഫസീഹി, നല്ല ചാതുര്യമുള്ളതായിരിക്കുന്ന ഒരു സാഹിത്യ സമ്പൂർണമായ ലിസാനിൻ്റെയും സാഹിബിനെ കൊണ്ട്. പിന്നെ വൻ നസബി സ്വരീഹി, നല്ല ക്ലിയർ ആയിരിക്കുന്ന ഒരു തറവാടിത്തം കൊണ്ടും വസാക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ വകുല്ലു വാഹിദി മിൻഹും, മേൽ പറഞ്ഞ പ്രവാചകന്മാരിൽ എല്ലാവരും യഖൂലു ലഹാ, മഹദിയോട് പറയുന്നുണ്ട്. ഫീ നൗമിഹാ, മഹദിയുടെ ഉറക്കത്തിൽ. യാ മിനാ ബീവിയെ, ഇദാ വളഅതി ശംസൽ ഫലാഹി വൽ ഹുദാ, വിജയത്തിൻ്റെയും നേർവഴിയുടെയും സൂര്യനാവുന്ന ആ വ്യക്തിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഫസമ്മീഹി മുഹമ്മദാ സല്ലല്ലാഹു അലൈഹി വസല്ലം, കുട്ടിക്ക് സർവരാലും ആദരിക്കപ്പെട്ടവൻ എന്നർത്ഥമുള്ളതായിരിക്കുന്ന, സ്തുതിക്കപ്പെട്ടവൻ എന്നർത്ഥമുള്ള മുഹമ്മദ് എന്ന് പേരിടണം കേട്ടോ. നിഫാസ്, മഹദിൽ കഠിനമായപ്പോൾ പ്രസവത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇവിടെ തൊൽക്കിന് സാധാരണ വേദന എന്നാണ് ഇവിടെ വേദന അർത്ഥമാക്കരുത്. കാരണം മറ്റ് റിപ്പോർട്ടുകളിൽ തോന്നിയിട്ടുണ്ട് വേദന ഇല്ലാന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുട്ടി അനങ്ങുക, പുറപ്പെടാനുള്ളതായിരിക്കുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആയാതി സംഗതികളൊക്കെ കഠിനമായപ്പോൾ. പക്ഷെ വരമ്പേര ആരും മിനന്നാസ്, നാട്ടുകാരും ഇത് അറിഞ്ഞിട്ടില്ല കേട്ടോ, കുടുംബക്കാരും നാട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല. മഹദിക്ക് ഇപ്പോൾ തോന്നി ഇപ്പം പ്രസവിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഇങ്ങനെ മനസ്സിലായിന്. മഹദിയുടെ ആവലാദിൻ്റെ മുൻകൈകൾ പരത്തി എങ്ങോട്ട് ഇലാമൻ, ഒരു അള്ളാഹുലേക്ക്. ആരവും സിർറഹാവന ജുവാഹ, തൻ്റെ രഹസ്യവും പരമരഹസ്യവും അറിയുന്ന ഒരാളെ കൊള്ള. ഫൈദാ സമയത്ത് ഹിയ മഹദിബി ആസിയത്ത് ഇമ്രാത്തി ഫിറോൻ, ഫിറോൻ്റെ ഭാര്യയാവുന്ന ആസിയ റവീവിൻ്റെ ചാരത്താണ്. അപ്പോൾ മറിയം ബിനത്തി ഇമ്രാൻ്റെ മോളാകുന്ന മറിയം ബീവിൻ്റെയും അടുത്താണ്. ഒരിടത്തിൻ്റെ ജമാഅത്തിൻ്റെ ഹുരിൽസാൻ, സ്വർഗീയ അപ്സരസുകളിൽ നിന്നുള്ളതാകുന്ന ഹൂറുല്ലീങ്ങളിൽ നിന്നുള്ളതായ ഒരു സംഘത്തിൻ്റെയും അരികിലാണ്. അത് അല്ലാമിൻ ജമാലിഹിന്ന, ഇവ കണ്ട മൊഞ്ചിനാൽ അതാ പ്രകാശിക്കുകയാണൽ മക്കാൻ, ആ റൂം മുഴുവൻ. ആ സമയത്ത് ഇവരങ്ങ് വന്നതോടുകൂടി മഹദി തൊട്ടില്ലാതെയായി. തജിദു, മഹദി എത്തിച്ചിരുന്നതായെന്ന് ഒന്ന്. ആ ഒന്നെന്തിനാലും ഹസാൻ, വിധങ്ങതായ സങ്കടങ്ങളാൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉരിദൽ ഹബീബു വഖദ്ദുഹു മുതവരിദു വന്നൂറു മിൻ വജനാതിഹി യതവക്കദു. ഉരിദൽ ഹബീബ്,
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ടു. ഏത് സീൽ വാവ് ഹാലിയാണ്. വഹദ്ദുഹു അവിടുത്തെ കവള് മുതവരിദു വറുത് പോലെയാണ്, പനിനീർ പുഷ്പം പോലെയാണ്, ചുവന്നതാണ് ആ നിലയിൽ. വന്നൂറു നൂറ് മിൻ വജനാതിഹി അവിടുത്തെ കവിളിത്തടങ്ങളിൽ നിന്നും യതവക്കതു കത്തിപ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു, ആ നിലയിലും പ്രസവിക്കപ്പെട്ടു. വലിദൽ ഹബീബു വമിസ്ലുഹു ലാ യൂലദു വലിദൽ ഹബീബു വഖദ്ദുഹു മുതവരിദു. വലിദൽ ഹബീബു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ടു. വമിസ്ലുഹു അതിന് അവിടത്തോട് സമാനമായ ഒരു വ്യക്തിത്വത്തിന് ലാ യൂലദു പ്രസവിക്കപ്പെടുകയില്ല. വലിദൽ ഹബീബു വഖദ്ദുഹു മുതവരിദു അത് ആവർത്തനമാണ്. ആദ്യത്തെ വരിൻ്റെ ഒന്നാം ഭാഗം. വലിദല്ലദീ ലൗലാഹു മാ ഉശികന്നകാ കല്ലാ വലാ ദുകിറൽ ഹിമാ വൽ മഹദു. വലിദൽ ഹബീബ് വലിദല്ലദീ ഒരു നബിയെ പ്രസവിക്കപ്പെട്ടു. ലൗലാഹു ആ നബിയെങ്ങാനും ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ മാ ഉശികന്നകാ നക്ക എന്ന് പറയുന്ന മുത്തുനബിയെ പ്രസവിക്കപ്പെട്ട ആ പ്രദേശത്തിനാണ് നക്ക എന്ന് പറയുക. ആ പ്രദേശത്തോട് ഇഷ്ക് വെക്കപ്പെടുമായിരുന്നില്ല, പ്രേമം വെക്കപ്പെടുമായിരുന്നില്ല. കല്ലാ ഇല്ല, ഒരിക്കലും അവിടുത്തെ പ്രേമിക്കപ്പെടുമായിരുന്നില്ല. വലാ ദുക്കിറൽ ഹിമ മക്കാം എന്ന് പറയുന്ന ഹിമ പ്രദേശം ലോകത്ത് പറയപ്പെടുമായിരുന്നില്ല. വൽ മഹദു കഅബാലയം എന്ന് പറയപ്പെടുന്ന ആ നിർഭയത്തിൻ്റെ സ്ഥലമാകുന്ന ആ ഇടവും പറയപ്പെടുമായിരുന്നില്ല. വലിദല്ലദീ ലൗലാഹു മാ ദുകിറത് ഖുബാ അസ്ലം വലാ കാനൽ മുഹസ്സബു യുഖ്സദു. വലിദല്ലദീ ഒരു നബി പ്രസവിക്കപ്പെട്ടു. ലൗലാഹു ആ നബി എങ്ങാനും ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ മാ ദുകിറത് ഖുബാ മദീനൻ്റെ പരിസരത്തുള്ള ഖുബ എന്ന് പറയപ്പെടുന്ന സ്ഥലം ലോകത്ത് പറയപ്പെടുമായിരുന്നില്ല. അസ്ലൻ തീരെ തന്നെ. വലാ കാനൽ മുഹസ്സബു നമ്മുടെ മിനയിലുള്ളതായിരിക്കുന്ന മുഹസ്സബ് എന്ന് പറയപ്പെടുന്ന സ്ഥലമാകുമായിരുന്നില്ല. യുഖ്സദു ഉദ്ദേശിക്കപ്പെടുന്നതാകുമായിരുന്നില്ല. ഹാദൽ വഫിയ്യു ബിഅഹദിഹി ഹാദല്ലദീ മൻഖദ്ദുഹു യാ സാഹി ഹുസ്നുൻ നംലദു. ഹാദ ഈ നബി അൽ വഫിയ്യു ബിഅഹദിഹി അവിടുത്തെ വാക്ക് പൂർത്തിയാക്കുന്നവരാണ്. ഹാദ ഈ മുത്തനബി അല്ലദീ യാതൊരുത്തരാണ്. മന്ന് സായിദ് കേട്ടോ. ഖദ്ദുഹു ആ ഒരു വ്യക്തിയുടെ പൊക്കം യാ സാഹി എൻ്റെ സഹോദര ഹുസ്നുൻ അതൊരു കൊമ്പ് പോലെയാണ്, മരച്ചില്ല പോലെയാണ്, അമ്ലതു മൃദുലമായതായിരിക്കുന്ന നല്ല സോഫ്റ്റ് ആയതായ അത് ആലങ്കാരിക പ്രയോഗമാണ്. അവിടുത്തെ ശരീരം നല്ല മാർദ്ദമുണ്ടായിരുന്നതിനെ തൊട്ട്. ഹദല്ലദീ ഖുലിയത് അലൈഹി മലാബിസു വനഫായിസും ഫനദീറുഹു ലാ യൂജദു. ഹദാ ഈ നബി അല്ലദീ യാതൊരുത്തരാണ് ഖുലിയത്ത് അലൈഹി അവിടുത്തെ മേൽ അണിയിക്കപ്പെട്ടിരിക്കുന്ന മലാബിസു പലവിധ വസ്ത്രങ്ങളും പലവിധം മഹത്വങ്ങളും അവിടത്തേക്കുണ്ട് എന്നർത്ഥം. വനഫായിസുൻ നല്ല ആശ്ചര്യപരമായ സംഭവങ്ങളും അഥവാ ധാരാളം മുഅ്ജിസാത്തുകൾ. ഫനദീറുഹു അവനോട് സമാനമായൊരു വ്യക്തിത്വത്തെ ഇനി ലായുജതു എത്തിക്കപ്പെടുകയില്ല. ഹദല്ലദീ ഖാലത് മലായികതുസ് സമാ ഹാദാ മരീഹുൽ കൗനി ഹാദാ അഹ്മദു. ഹാദാ മുത്തനബി അല്ലദീ യാതൊരുത്തനാണ് കാലത്ത് മലായികതുസ് സമാ ആകാശത്തുള്ള മലക്കുകളൊക്കെ പറഞ്ഞു. ഹാദാ മലീഹുൽ കൗൻ അള്ളാഹുവിൻ്റെ മഖ്ലൂക്കിലെ ഏറ്റവും അഴകുള്ളവരാണ്. ഹാദാ ഈ നബി അഹ്മദു ഏറ്റവും കൂടുതൽ അള്ളാഹിനെ ഹംദ് ചെയ്യുന്നവരാണ്. ഇൻകാന മുഅ്ജിസു യൂസുഫിൻ ബിഖമീസിഹി തല്ലായിദൽ മൗലൂദു മിന്നു അസിയദു. ഇൻകാന മുഅ്ജിസു യൂസുഫിൻ യൂസുഫ് നബിയുടെ മുഅ്ജിസത്ത് ആണെങ്കിൽ ബി കമീസിഹി അവിടുത്തെ ഷർട്ടിലാണെങ്കിൽ ഒന്നുകിൽ ഉപ്പാൻ്റെ മുഖത്തുകൊണ്ടുപോയി ഇട്ടപ്പം കാഴ്ച തിരിച്ചു കിട്ടിയതാകാം, അതല്ലെങ്കിൽ മുമ്പ് വസ്ത്രം പിടിയും വലിയും കൂടിയപ്പം കീറിയപ്പം ഉണ്ടായ സംഭവമാകാം, അതല്ലെങ്കിൽ പിന്നെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാൽ കളവ് പറഞ്ഞപ്പം കള്ളി പൊളിഞ്ഞത് എന്തോ ആകാം. ഏതായാലും യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ മുഅ്ജിസത്ത് കമീസിലാണെങ്കിൽ തല്ലാഹി അല്ലാഹുവാണേ സത്യം, തൽ മൗലൂദു ഈ മൗലൂദ് അഥവാ ഈ മുത്തുനബി മിൻഹു ആ യൂസുഫ് നബിയെക്കാളൊക്കെ അസിയദു മുഅ്ജിസത്തിൻ്റെ കാര്യത്തിൽ എത്രയോ അധികരിച്ചതാണ്. ഔകാന ഇബ്രാഹിമു ഉഅ്തിയ റുഷ്ദഹു ഇബ്രാഹിം അലൈഹി സ്വലാം അവിടുത്തെ റുഷ്ദ് നേർവഴി നൽകപ്പെട്ടവരാണ് എങ്കിൽ ഖുർആൻ സൂചിച്ച മാതിരി തല്ലാഹി അല്ലാഹുവാണ് സത്യം തൽ മൗലൂദു ഈ മുത്തുനബിയാവുന്ന മൗലൂദ് മിൻഹു ആ ഇബ്രാഹിം നബിയേക്കാൾ റഷദു ഏറ്റവും കൂടുതൽ റഷാദുള്ളവരാണ്, നേർവഴിയിലായവരാണ്. യാ മൗലിദൽ മുഖ്താരി കം ലക മിൻ ധന വമദാഇഹിൻ തഅലു വദിക്രിൻ യൂജദു. യാ മൗലിദൽ മുഖ്താരി മുഖ്താറ നബിയുടെ ജനിച്ച സമയമേ
കംലക്കാൻ നിനക്ക് എത്രയാണ് മിൻസന പുകഴ്ത്തൽപ്പെടലാലും വദാഹിൻ മദഹികളാലും തഅലൂ ഉയർന്നതായ വദിക്കിരിൻ യൂജദൂ എത്തിക്കപ്പെടുന്നതായ പ്രശംസയാലും എത്രയാണ് യാ ആശിഖീന തവല്ലഹു ഫീ ഹുബ്ബിഹി ഹാദാ ഹുവൽ ഹുസ്നുൽ ജമീലുൽ മുഫറദൂ. യാ ആശിഖീന മുത്തനബി ഇഷ്ക് വെക്കുന്ന ആളുകളെ തവല്ലഹു ഫീ ഹുബ്ബിഹി ആ മുത്തനബിയോടുള്ളതായിരിക്കുന്ന പ്രേമത്തിൽ നിങ്ങളങ്ങ് പരിഭ്രമിച്ച് നടന്നോളി. ഹാദാ ഈ നബി ഹുവൽ ഹുസ്നു അവിടുന്ന് മഞ്ചാണ്, അല്ലെങ്കിൽ ഹസനു എന്നും പറയാം. അങ്ങനെ ആകുമ്പോൾ 3 ഹർക്കത്ത് തുടരെ വരും. ഹുസ്നു എന്നുള്ള വസ്നൊക്കെ നല്ലത് ഹുസ്നാണ്. സെയ്ദുൻ അദുലും എന്ന് പറഞ്ഞ മാതിരി മുബാലാക്ക് വേണ്ടി പറഞ്ഞാൽ മതി. അവിടുന്ന് അഴകാണ്. അൽ അജമീൽ നല്ല മുഞ്ചുള്ളതായ, അൽ മുഫറദു സമാനത ഇല്ലാതാക്ക ഒറ്റപ്പെട്ടവരായ. ثم الصلاة على النبي وآله في كل يوم ماضٍ ويجدد. ثم الصلاة صلاത്താവുന്നത് അന നബി വാലിഹി നബിൻ്റെ മാലമേൽ ഉണ്ടാവട്ടെ. ഫി കുല്ലി യൗമിൻ മാദീൻ കഴിഞ്ഞുപോയ എല്ലാ യൗമിലും വയുജദ്ദദൂ. ചില ഇപ്പോൾ കിതാബിലൊക്കെ യുജദ്ദിദു എന്നുള്ള അവിടെ യുജദ്ദദു എന്നാണ് മജൂലായിട്ട് വായിക്കണം എന്നാണ് അതിൻ്റെ ഹാഷിയിലൊക്കെ പറയണത്. വയുജദ്ദദൂ ഇനി വരാൻ പോകുന്നതുമായ പുതുക്കപ്പെടുന്നതുമായ എല്ലാ യൗമിലും സലാത്ത് മുത്തനബിൻ്റെ മേലും അലിൻ്റെ മേലും ഉണ്ടാവട്ടെ.